വി ആർ സോംബീസ്. ഈ ഒരു സിനിമ ഒരു സോംബി സിനിമ കാണുന്ന ഫീലോടുകൂടി ഒന്നും കാണാൻ പറ്റില്ല. ഒരു പക്ക കോമഡി സിനിമയാണ്. എന്നാൽ ഇതിനകത്ത് സോംബിയൊക്കെ ഉണ്ട്. നമ്മൾ യൂഷ്വലി കാണാറുള്ള സോംബി പോലെ ഒന്നല്ല ഇതിനകത്ത് സോംബീസിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. 1 മണിക്കൂർ 20 മിനിറ്റുള്ള സിനിമയുടെ ഡ്യൂറേഷൻ. ചെറിയൊരു സിനിമയാണ്. ഭയങ്കര കോമഡി സീനുകളൊക്കെ ഉള്ള, നമ്മളിങ്ങനെ നമ്മൾ അറിയാണ്ടിരുന്ന് ചിരിച്ചു പോകുന്ന കുറച്ച് സീനുകളൊക്കെ ഉള്ള ഒരു സിനിമ. ക്ലൈമാക്സ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ചും കൂടെ CG ഒക്കെ ബെറ്റർ ആക്കാമായിരുന്നു, ആർട്ടൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഉള്ള ഓപ്ഷനൊക്കെ എനിക്കുണ്ട്, ഒപ്പീനിയൻ എനിക്കുണ്ട്. എന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു ഓക്കെ സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അപ്പം ഈ ഒരു സിനിമയിലെ സോംബികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ യൂഷ്വലി കാണാനുള്ള സോംബികൾ എന്താണ്, ബാക്കിയുള്ള ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന സോംബികളാണെന്നുണ്ടെങ്കിൽ, ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഹ്യൂമൻസുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സോംബീസിനെയാണ് അത് കാണിക്കുന്നത്. അപ്പം ലിവിങ് ഇമ്പേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയായിട്ട് ഈ സോംബികളെ മാറ്റുന്നു. അവരെ ഈ ഹ്യൂമൻസിനിടയിൽ കോ എക്സിസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടിരുന്നു. കോൾസ്മാൻ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കോർപ്പറേറ്റ് ഉണ്ട്. അവരാണ് ഈ ഒരു സോംബീസിനെയൊക്കെ ഏറ്റെടുക്കുന്നത്. ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സോംബീസിനെ അവർ ഏറ്റെടുക്കുന്നു. അവർ റിസർച്ച് നടക്കുന്നു, ഈ സോംബികളുടെ എന്താണ് ബയോളജി എന്നൊക്കെയുള്ള സാധനങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലെ 3 ലീഡിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ബ്രദർ ആൻഡ് സിസ്റ്ററും അവരുടെ ഫ്രണ്ടും. ഇവർ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ വലിയ കോൾസ്മാൻ എന്ന് പറയുന്ന റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ സോംബി പിക്കപ്പിൽ പോയിട്ട് ആ സോംബികളെ എടുത്തിട്ട് അവർ ബ്ലാക്ക് മാർക്കറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ തുടങ്ങുന്നത് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം ഇവർക്ക് ഒരു വലിയ എമൗണ്ട് ഓഫ് മണി വേണ്ട ആവശ്യം വരുന്നു. ഇവരങ്ങനെ വേറൊരു വലിയ ഒരു പിക്കപ്പിന് വേണ്ടി പോവുകയാണ്. ഒരു വലിയ സോംബിയെ പിടിക്കാനായിട്ട് പോകുന്നതൊക്കെയാണ് ഈ സിനിമയകത്ത് കാണിക്കുന്നതും. പിന്നെ അതേ തുടർന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് സിനിമ കാണിച്ചു പോകുന്നത്. അപ്പം എല്ലാ വലിയ കോർപ്പറേറ്റുകളിലും ഒരുത്തം കാണുമല്ലോ, ഇതിനെ എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന് നോക്കി മുമ്പിൽ പോകുന്നൊരുത്തൻ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുത്തരുണ്ട്. പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോംബികളെ എങ്ങനെ ഒരു പരീക്ഷണങ്ങൾ നടത്തി കൂടുതൽ കാശ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നൊരു ആളുണ്ട്. ഇവിടെ അവിടെ അതൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പുള്ളി റിസർച്ചൊക്കെ നടത്തുന്നു. ഈ സോംബികളെ അറ്റാക്ക് ചെയ്യുന്ന മർഡർ നേച്ചറുള്ള സോംബികളാക്കി മാറ്റുന്നു. ആ പരീക്ഷണങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നു. അങ്ങനെ അവസാനം ഈ സോംബികളെല്ലാം ഈ അറ്റാക്ക് ചെയ്യുന്ന സോംബികളായിട്ട് മാറുന്നതൊക്കെയാണ് സിനിമയിൽ കാണിച്ചു വന്നത്. അത് അവസാനത്തെ 1-2 സീനുകളിലേ ഉള്ളൂ. പക്ഷെ അതുവരെ ഈ സിനിമയെ കൊണ്ടുവന്ന രീതിയുണ്ട്. ഈ 3 പേരും കൂടെ ചെന്ന് ഈ 3 പേരുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് ഇവർ ചെന്ന് ചാടുന്ന കുറേ പ്രശ്നങ്ങൾ, ഇവർ സോംബിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണൊക്കെ ഉണ്ട്. അത് സോംബിയാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചതിക്കുന്നതും പിന്നെ അങ്ങനെ പോകുന്ന കുറച്ച് കോമഡി സീനുകളൊക്കെ കാണിച്ചു പോകുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സിൽ ആ ഒരു എല്ലാ സോംബികളെ അറ്റാക്ക് ചെയ്യുന്ന സോംബികളാകുമോ, എന്താണ് ഈ ഒരു വേൾഡിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീലുകളുണ്ട്. പക്ഷേ വേറെ ഒന്നിട്ട് സിനിമയും കാണാനില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിനിമ കാണണം എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും വി ആർ സോംബീസ് എന്ന് പറയുന്നത്. പക്ഷേ ആ റേറ്റിങ്ങിൽ കണ്ട അത്രയും ഞാൻ നോക്കിയപ്പോൾ 7 എന്തോ റേറ്റിംഗ് ഉണ്ടായിരുന്നു. 7 ഒന്നും കൊടുക്കാനുള്ള സിനിമയൊന്നും ഇല്ല. ഒരു 5 ഒക്കെ കൊടുക്കാനുള്ള സിനിമയായിട്ടാണ് എനിക്ക് 5 4 അതിൽ കൂടുതലൊന്നും കൊടുക്കാനുള്ള സിനിമയായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ 1 മണിക്കൂറും 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അറിയില്ല, സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. തന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തീർന്നു പോകുന്നൊരു ഫീൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു ബോറിങ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളൊരു ബെനിഫിറ്റ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾ ആമസോൺ പ്രൈമിൽ പോയി കണ്ടു നോക്കുക. സോംബി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ യൂഷ്വലി കാണാറുള്ള സോംബികൾ കുറച്ചും കൂടെ അറ്റാക്കിങ് നേച്ചറുള്ള സോംബികളാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് പാവം സോംബികൾ. അങ്ങനെയുള്ള ഒരു സാധനമായിട്ടാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.